ഹായ് കൂട്ടുകാരെ, ഞാൻ നിൽക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അല്ലാതെ എനിക്ക് ഹിൽ പാലസ് പോലൊക്കെ തോന്നും, പക്ഷേ ഇത് ഹിൽ പാലസ് അല്ല, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അച്ഛൻ വർഷങ്ങളായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഴയ ഇല്ലം പോലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഹിൽ പാലസ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. ഓക്കെ, കസേര, നമ്മുടെ പഴയ വീടുകളിലും അമ്പലങ്ങളിലൊക്കെ കാണുന്ന സാധനമാണ് ഈ തൂക്കുവിളക്ക്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പഴയ വിളക്കാണിത്, തൂക്കുവിളക്ക്. നമ്മൾ അമ്പലങ്ങളിലും ഇതൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ മണി, നമ്മുടെ വീടൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ മണി തൂക്കി കെട്ടിയിടാറുണ്ട്. ഇപ്പോൾ പല പുതിയ പുതിയ വീടുകളിലൊക്കെ ഇടാറുണ്ട്. പക്ഷെ പഴയ കാലത്ത് നമ്മൾ കോണിമ്പലിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ മണിയായിരുന്നു. ഉണ്ടാ മണി എടുക്കുന്നുണ്ടാ. ഇതൊരു പഴയ പെട്ടിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ഒരു പെട്ടിയാണ്. ഇത് നമുക്ക് തുറക്കാനൊന്നും പറ്റത്തില്ല. പഴയ കാലങ്ങളിലുള്ള പെട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ പഴയ കാലത്തെ കഥകളാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ മണിപ്രധാനമായിട്ട് ഒച്ച കേൾക്കുന്ന കോടമ്പല് പോലത്തെ സംഭവം. ഇതിപ്പോൾ അവർ ക്രൈസ്തവരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ പഴയ പെട്ടികളൊക്കെ ഇപ്പോൾ പല ടൈപ്പുണ്ട്. നമ്മുടെ കാലത്ത് പണ്ടൊക്കെ ഇതുപോലത്തെ പെട്ടികളില്ല. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇതുപോലത്തെ പെട്ടികളില്ലായിട്ടുണ്ട്. ഈ പെട്ടിയുടെ അകമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊന്ന് കണ്ടു നോക്കാം. ഈ പെട്ടിയുടെ അകമെന്ന് പറയുന്നത് കുറേ അറകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പണ്ടത്തെ ഇപ്പോഴത്തെ സൂട്ട്കേസ് ഇത് കണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് എപ്പോഴും എടുക്കും. പിന്നെ ഈ തൂക്കുവിളക്ക് പോലെ തന്നെ മറ്റൊരു വിളക്കുണ്ട്. ഈ തൂക്കുവിളക്ക് പോലെ വേറെ ഒരു വിളക്കുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അകത്ത് ഇവിടെ ഇത് ഒഴിച്ചിട്ട് ഇതിനകത്ത് തിരി ഇടുമ്പോൾ ഇതിനകത്ത് തിരി ഇട്ട് കത്തിക്കാൻ പറ്റും. ഇത് രാത്രി കാലങ്ങളിൽ കത്തിച്ചുകൊണ്ടിരുന്ന പണ്ട് കാലങ്ങളിൽ. ഇവരുടെ അച്ഛനുണ്ടായിരുന്ന കാലത്തെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ തൂക്കുവിളക്കും അതുപോലെ തന്നെയാണ്. ഇത്രയും വെള്ളത്തിൽ നമ്മൾ തിരിയിട്ട് കത്തിക്കുമ്പോൾ നല്ല വെളിച്ചമായിരിക്കും. നമുക്ക് കരണ്ടിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, നല്ല വെട്ടമായിരിക്കും വരുന്നത്. അതുപോലെ ഈ മേശ പണ്ട് കാലത്ത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര കാശാകും. ഇത് ഒറിജിനൽ തേക്ക് പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ തേക്കിൻ്റെ നീളമൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ് നമുക്ക്. ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ചിത്രങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സ്നേഹസ്മരണയ്ക്ക് അയപ്പ് സക്രിയ കൊച്ചുകടയിൽ വാഴക്കുളം. ഈ സ്ഥലം വാഴക്കുളമാണ്, മൂവാറ്റുപുഴ വാഴക്കുളം. ഇതുപോലെ പഴയ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് എടുത്തു വരാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കസേരകൾ. നമ്മൾ ശരിക്കും മത്സ്യക്കാരെ അതൊക്കെ കാണുമ്പോൾ കുറേ കസേരകൾ, പണ്ട് കാലത്തെ കസേരകളാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തേക്കും ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയ കസേരകളൊക്കെയാണ്. ഒരുപാട് കസേരകളുണ്ട്. നല്ല ഭംഗിയിലാണ് ഇവർ ഇരുമ്പ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മച്ചൊക്കെ ആണെങ്കിൽ മച്ചിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഭൂമിയും കാര്യങ്ങളൊക്കെയാണ് ഈ ചൂടാണെങ്കിൽ നല്ല ഭൂമിയൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് ഇപ്പം ചെയ്യാൻ പോയാൽ ഒരുപാട് കോസ്റ്റ്ലി ആകും. അതുപോലെ തേക്കും കൊണ്ടുള്ള പണ്ടുള്ള ആശാരിമാർ ചെയ്തിരിക്കുന്ന മച്ചുകളാണ്. അടിപൊളി മച്ചുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഈ ടേബിൾ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ചെയ്തിരിക്കുന്ന ടേബിളുകളാണ്. ഇത്ര മനോഹരമായിട്ടാണ് ഈ ടേബിളൊക്കെ ചെയ്തേക്കുന്നത്. ഇതൊക്കെ എടുത്ത് പൊക്കണമെങ്കിൽ തന്നെ 2 പേര് വേണം. ഇപ്പോഴത്തെ നമുക്കാണെങ്കിൽ ഈസി ആയിട്ട് അത് പൊക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചെയ്തെങ്കിൽ നല്ല ഹെവി വെയിറ്റിലാണ്. ഈ ഒരു രീതിയിൽ പണിയാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടച്ച് കൊടുത്ത് നല്ല ആശയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയിലാണ് കാര്യങ്ങൾ മൊത്തം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കുറേ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിമനോഹരമായിട്ട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ കാലത്ത് ഒരു ക്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് 3 മണിയാകും ഇപ്പോൾ തന്നെ. അതിനകത്ത് ധാന്യങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇതിനകത്ത് നമ്മൾ കണ്ണിൽ ചെയ്തിരിക്കുന്ന ഒരു പന്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇനി ഈ കസേരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കസേര. നമ്മൾ കുറച്ച് മുമ്പ് ഇത്
കണ്ടത് വീടിനകത്ത് കുറേ വീഡിയോസാണ് നമ്മൾ കണ്ടത്. ഇനി വീടിൻ്റെ പുറത്ത് ഇത് മൊത്തം വരുന്നത് 8 ഏക്കറിനകത്താണ് ഇവർ വീടും ഈ പരിസരവും വെച്ചിരിക്കുന്നത്. നമ്മൾ മിക്കവാറും ഹിൽ പാലസ് പോലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതുപോലെ കണ്ടേക്കുന്നത്. പക്ഷെ പുറത്തിറക്കി ഇപ്പോൾ ഭയങ്കര ചൂടുണ്ട്, അകത്ത് അത്രയും ചൂടില്ല. ഇത് കണ്ടോ, അത്ര മനോഹരമായിട്ടാണ് ഇവിടെ കുറേ കുടങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ കുട മാത്രമല്ല ഇതിൻ്റെ ഹൈലൈറ്റ്, ഇതിൻ്റെ വാതിലും ചിത്രപ്പണികൾ കൊണ്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടുള്ള വാതിലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് വീടിൻ്റെ ശരിക്കും ഫ്രണ്ട് വശമാണ് ഇത് വരുന്നത്. ഇതാണ് ശരിക്കും വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇറങ്ങുമ്പോൾ ഇത്രയും വിശാലമായ സ്ഥലം വരുന്നുണ്ട്. അതുപോലെ ഇത് ഫുള്ള് ഓടാണ്, മൊത്തം വഴിയല്ല വഴി മൊത്തം ഓടിലാണ്. ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ അടിപൊളി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഫ്രണ്ട്. അതുപോലെ ഭിത്തികളൊക്കെ ചെയ്തിട്ട് അടിപൊളി മനോഹരമായിട്ടാണ്. പിന്നെ ആ സൈഡിലാണ് കുടിമരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏക്കർ കണക്കിന് സ്ഥലവും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത്. 8 ഏക്കർ ചുറ്റി തീരാനുള്ളൊരു സംഭവം എനിക്കില്ല. 8 ഏക്കർ കഴിയുക എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ സ്ഥലമായിട്ട് കിടക്കുവാണ്. ഇതിന് ഭാവി കാലത്തിൽ ഒരു റിസോർട്ട് പോലൊക്കെ ആക്കാൻ